നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ. ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഞങ്ങൾക്ക് ജാനുവരി 1ും 2ും നമ്മുടെ മൊത്തം സ്റ്റാഫുകൾക്ക് അവധിയായിരുന്നു. അപ്പോൾ ആ 2 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ച നല്ലൊരു വ്ളോഗാണ്. അപ്പം ഇത്രയും ലേറ്റ് ആയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് എറർ കാണിക്കുക. എഡിറ്റ് ചെയ്യും, പിന്നെ നമ്മൾ സേവ് ചെയ്യാൻ വെക്കുമ്പോൾ പിന്നെയും എറർ കാണിക്കുക, പിന്നെ സ്പേസിൻ്റെ പ്രശ്നം, അങ്ങനെ കുറേ പ്രശ്നം കാരണമാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും ഈ വർഷം നല്ലതായിട്ടിരിക്കട്ടെ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ സൺഡേ, അതായത് ഡിസംബർ 31 നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞങ്ങൾ നമ്മുടെ പഴയ സെൻറ്ററായ മോക്കയിൽ വെച്ചിട്ടാണ് എല്ലാ വർഷവും ന്യൂ ഇയർ ആണെങ്കിലും എന്ത് പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പം ഇപ്രാവശ്യം എല്ലാവരും കൂടെ നമ്മുടെ ഗ്രാൻഡ് പേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ബീച്ചിലാണ് ഇപ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മളും ആവശ്യത്തിന് ഈ പടക്കവും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് അത് പൊട്ടിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. കാരണം അത്രയ്ക്ക് ആൾക്കാരാണ്. നമ്മൾ ഈ ഗ്രാൻഡ് പേയിൽ ഏത് ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. നമ്മൾ ഈ ഭയങ്കരമായിട്ട് ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ബീച്ചിൽ വരുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ വെച്ചിട്ടാണ് ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഗ്രാൻഡ് പേയിൽ ഇത്രയും തിരക്ക് കാണുന്നത് കേട്ടോ. ബീച്ചിലൊന്നും നമുക്ക് കാല് കുത്താൻ പോലും സ്ഥലമില്ലാതെ അത്രയ്ക്ക് തിരക്കാണ്. ഞങ്ങൾ ഏകദേശം ഒരു 9 മണി ആയപ്പം തന്നെ ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഓരോരുത്തർ ഓരോ സ്ഥലമൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഓരോരുത്തർ ഓൾറെഡി സെറ്റിലായിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയും ഇവിടെയൊക്കെ പോയി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട്. ഇത് നമ്മുടെ ഗ്രാൻഡ് പേയിലെ പബ്ലിക് ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചിലാണ്. അല്ലാതെ എല്ലാ സൈഡിലും ഏത് ബീച്ചിൽ പോയാലും നമുക്ക് ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും കേട്ടോ. മെയിനായിട്ട് ഈ റിസോർട്ടുകളുള്ള ഏരിയ ആണോ, ഏത് ബീച്ചാണോ അവിടെയാണ് കൂടുതലായിട്ട് ഈ ഫയർ വർക്കൊക്കെ നടക്കുന്നത് കേട്ടോ. ഇത് റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലെ ഈ ന്യൂ ഇയർ ഫയർ വർക്ക് കാണാം, എന്നിട്ട് ബാക്കി വിശേഷമൊക്കെ കാണാം കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. സാധാരണ നമുക്ക് എല്ലാ വർഷവും ന്യൂ ഇയറിന് 2 ലീവ് കിട്ടാറുണ്ട്, അതായത് ജാനുവരി 1ും 2ും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ ദിവസം എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും, എന്നിട്ട് സെക്കൻഡ് ഡേ ആണ് സാധാരണ ഞങ്ങൾ ബീച്ച് പോകാറുള്ളത്. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ബീച്ചിലേക്കാണ് പോയത്. അപ്പം ഏത് ബീച്ചാണെന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, കാരണം ഞങ്ങൾ ഫസ്റ്റ് 2 ബീച്ചിൽ പോയി. അപ്പോൾ അവിടെ ബീച്ചിൽ പോയപ്പം ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള വൈബൊന്നുമില്ല, അതായത് കുളിക്കാനും നമുക്കൊരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുള്ള വൈബൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഏതോ ഒരു ബീച്ചാണ് കേട്ടോ, ഏത് ബീച്ചാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞങ്ങൾ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് മൊത്തം 3 കുഞ്ഞ് മീനിനെ കിട്ടിയിട്ടുണ്ട്. ഇവർ ഞണ്ടിനെ ഇട്ടിട്ടാണ് കേട്ടോ മീൻ പിടിക്കുന്നുണ്ടായി. അപ്പം ഞണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എല്ലാവരും. അപ്പം ഞാനും ചോദിച്ചത് എന്താണ് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന്. എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമെന്നായിരുന്നു. അങ്ങനെ അവരവിടെ നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ലേഡീസ് മാത്രം പിന്നെ വേറൊരു ബീച്ചിലേക്ക് പോയി. ഞങ്ങൾ സത്യത്തിൽ രാവിലെ തന്നെ ബീച്ചിൽ പോയിട്ട് ഇറങ്ങണം എന്നൊന്നും വിചാരിച്ച് പ്ലാൻ ചെയ്തതല്ല. പക്ഷേ എവിടെ പോയാലും നമുക്ക് ഈ ഗ്രാൻഡ് പേയിൽ മെയിനായിട്ട് ബീച്ച് ഏരിയ ആണുള്ളത്. അപ്പം നമുക്ക് വേറെ എവിടെയും ഓപ്ഷൻ ഇല്ല, കാരണം അന്നത്തെ ദിവസം ഈ 1st 2nd 3rd മിക്ക സ്ഥലങ്ങളിലും ക്ലോസ് ആയിരിക്കും, എല്ലാം പബ്ലിക് ഹോളിഡേ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പം ഞങ്ങൾ പെരിബേർ ബീച്ച് പോയിട്ട് അന്നത്തെ ദിവസം മൊത്തം അവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് ഞങ്ങൾ നേരത്തെ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ നമ്മൾ സെക്കൻഡ് ഡേ, അതായത് ജാനുവരി 2ാണ് ഞങ്ങളുടെ മെയിൻ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞാനും ഏട്ടനും കുറേ നാളായിട്ട് ആഗ്രഹിച്ച 2 സ്ഥലത്താണ് കേട്ടോ ഞങ്ങളൊന്ന് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുമ്പോഴാണ് അവിടെ അത്രയും എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോകുന്ന സ്ഥലത്തുള്ള ഒരു വ്യൂ ആണ് കേട്ടോ, ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ മൂക്ക ഏരിയയിലുള്ളൊരു വലിയൊരു മലയാണ്. അതിൻ്റെ മേലെ ഒരു കുഞ്ഞൊരു തല പോലെയുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയും അത് മൂക്കേൻ്റെ തലയാണ് എന്നാണ്. അങ്ങനെ ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത് ഗ്രീസ് ബീച്ച് എന്നും പറഞ്ഞിട്ടുള്ളതാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇവിടെയെന്ന് വെച്ചാൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ അവിടെ ഒരു എന്താ പറയുക ഫുള്ള് പാറകളും, പിന്നെ ഇവിടുത്തെ ബീച്ചിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റാത്തൊരു കാര്യമാണ് തിരമാല. പക്ഷേ ഇവിടെ അത് ഉണ്ട് കേട്ടോ, അവിടെ അത്യാവശ്യത്തിനുണ്ട്. ഡേഞ്ചറാണ്, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, കുളിക്കാൻ പറ്റില്ല എന്ന് പ്രത്യേകം അവരവിടെ നിന്ന് പറയുന്നുണ്ട്. ഇതാണ് കേട്ടോ അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്, അടിപൊളിയാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പോവാറുണ്ട്, എല്ലാ വർഷവും പോവാറുണ്ട്. ഞാനിത് 2ാമത്തെ വർഷമാണ് കേട്ടോ നമ്മുടെ ഇവിടെ മൗറീഷ്യസിൽ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ പോയതിനേക്കാളും അടിപൊളിയാണ് ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് ഒരു കുഞ്ഞൊരു ഗുഹ പോലെ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ബീച്ചിൻ്റെ അവിടേക്കുള്ള വ്യൂ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് റീൽസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, എല്ലാം എടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു ഏരിയ ആണ് മെയിനായിട്ട് ഇവിടെ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, അതാണ് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു വലിയൊരു വാട്ടർഫോൾ, ഇത് രണ്ടുമാണ് ഇവിടെ. ബാക്കിയൊക്കെ അടിപൊളിയാണ് കാണാൻ. പക്ഷേ ഇതാണ് മെയിനായിട്ട്. നമ്മളിപ്പോൾ ആ ഒരു ബീച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു 2 കാര്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് ആ ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല, കാരണം അന്നത്തെ കാലാവസ്ഥ മോശമായിരുന്നു. ഞങ്ങളെപ്പോൾ എല്ലാ പ്രാവശ്യം ന്യൂ ഇയറിന് പുറത്ത് പോകുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ, ഫുള്ള് മഴയും കാറ്റും ഒക്കെ. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം അന്ന് നമുക്ക് ലീവ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ എൻജോയ് ചെയ്യണമെങ്കിൽ അന്ന് നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഇനി ഏതെങ്കിലും പ്രാവശ്യം നമുക്ക് പോകുമ്പം അവിടെ പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം കുറച്ച് ഡേഞ്ചറായിരുന്നു അന്നത്തെ, മറ്റേ വേവൊക്കെ ഭയങ്കര കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് അവിടെയുള്ള ബീച്ചാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ കുറച്ച് വഴികൾ പറഞ്ഞുതരാം ഇതിലേ പോകണമെന്ന്. കാരണം മിക്കപ്പോഴും നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ്. ഞാൻ മൊത്തം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, കാരണം നമുക്ക് ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു ഏരിയ ആണിത്. അപ്പം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വേറൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കൂടിയാണ് നമ്മൾ നമ്മുടെ മെയിനായിട്ടുള്ള വാട്ടർഫോളിലേക്ക് പോകേണ്ട വഴി എന്ന് പറയുന്നത്. എല്ലാവർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്.
മറ്റേ സൈഡിലേക്ക് പോകുന്ന നമുക്ക് ബീച്ചിലേക്ക് പോകാനുള്ള ആ ബീച്ച് കൂടെ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കുഞ്ഞു ഗുഹയിലേക്ക് പോകേണ്ടതെന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. അന്നത്തെ ദിവസം മോശമായതുകൊണ്ടാണ് ആരും അവിടേക്ക് പോകാത്ത, ഇല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു വേനൽ സമയത്തൊക്കെ പോകുന്നതായിരിക്കും നന്നാവാൻ തോന്നുന്നുണ്ട്. ഞങ്ങൾ പോയത് ഒരു മഴ സമയമാണ്, അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ ഈ ജാനുവരി ഫെബ്രുവരി ഈ മൗറീഷ്യസിൽ സൈക്ലോൺ വരുന്ന സമയമാണ്. എല്ലാ വർഷവും വരാറുണ്ട് കേട്ടോ, എല്ലാ വർഷവും ഇവിടെ സൈക്ലോൺ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അന്നാണ് ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയായിരുന്നു, പിന്നെ ആൻറ്റി സൈക്ലോണൊക്കെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഭയങ്കര തിരമാലയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പം നല്ല അടിപൊളിയാണ് ഇവിടെ കാണാൻ കേട്ടോ. ഇങ്ങനെ കുറേ പാറകളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ആ കുറേ പൈൻമരമാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പേരറിയില്ല കേട്ടോ. ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഏരിയയിലാണ് നമ്മൾ ഫസ്റ്റ് ചെന്നെത്തുന്നത് കേട്ടോ. ആ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതും നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് സ്ഥലമൊക്കെ കാണാനാണെങ്കിലും ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോസിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേൽ ഫുള്ളിങ്ങനെ തിരമാല അടിച്ചിങ്ങനെ കയറും. ആ പാറേൻ്റെ മേലെ കൂടെ ഇങ്ങനെ അടിച്ച് കയറിയിട്ട് നമ്മുടെ ദേഹത്ത് ഫുള്ള് വെള്ളമായിരിക്കും. അപ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്കിങ്ങനെ ദേഹം ഇങ്ങനെ ഒട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ബീച്ച് പോകുന്നതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. നമ്മുടെ ദേഹം ഇങ്ങനെ ഉപ്പ് വെള്ളമല്ലേ, അതിങ്ങനെ ഒട്ടുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ പക്ഷെ നമുക്ക് അടിപൊളിയാണ് കേട്ടോ, കാണാനാണെങ്കിൽ സൂപ്പറാണ്. അതേപോലെ കടലൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയാം, തിരമാലയും കാര്യങ്ങളൊക്കെ. ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് പരമാവധി എടുക്കാൻ പറ്റുന്ന അത്രയും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ ഞങ്ങളൊരു റീൽസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് തോന്നിയതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഷടപടയെന്നും പറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി എടുത്തൊരു വീഡിയോ ആണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു സ്പോട്ടാണ്, നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്നൊരു റീൽസ് ചെയ്തതാണ്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും മൗറീഷ്യസിൽ നമ്മൾ പ്ലേസൊക്കെ കാണാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ സ്ഥലം കൂടെ ഒന്ന് കാണാൻ വരും കേട്ടോ. അടിപൊളിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ ഈ മൗറീഷ്യസിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനുള്ളത് ബീച്ചൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ബീച്ച് എന്ന് പറയുന്നത് അടിപൊളിയാണ്. കാരണം കുറേ തിരമാലയൊക്കെ ആയിട്ട് കുറേ പാറകളും പിന്നെ ഇങ്ങനെ പാറയമ്മിൽ തിരമാല അടിച്ചിട്ടുള്ള ആ ഒരു ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരിക കേട്ടോ. പിന്നെ ഇവിടേക്ക് വരുമ്പം ബസ്സിൽ വരുന്നതിനേക്കാളും നല്ലത് കാറിൽ വരുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. കാരണം ബസ് ഇറങ്ങിയിട്ട് പിന്നെയും നമ്മൾ ടാക്സി വിളിക്കണം തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞങ്ങൾ മൊത്തം 2 വണ്ടിയിലാണ് കേട്ടോ വന്നിട്ട്. 2 കാറുണ്ടായിരുന്നു, ലേഡീസ് ഒരു കാറിലും പിന്നെ ജെൻസ് എല്ലാവരും വേറൊരു കാറിലും, അങ്ങനെ 2 കാറിലാണ് വന്നത്. കാരണം നമുക്ക് മൊത്തം ഞങ്ങൾ 11 പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വണ്ടിയിൽ വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ 2 വണ്ടിയിലാണ് വന്നത്. വണ്ടിയിൽ വരുന്നതും അത് വേറൊരു വൈബ് തന്നെയാണ്, പാട്ടൊക്കെ വെച്ച് അങ്ങനെ അടിപൊളിയായിട്ടാണ് ഞങ്ങൾ വന്നത്. ഈ ഒരു 2 ദിവസം ഞങ്ങൾ അത്യാവശ്യത്തിന് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മെയിനായിട്ട് ഇവിടെ വന്നത്. കാരണം ഇവിടെ വന്നത് മഴ സമയത്തായിരുന്നു എങ്കിലും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു പാറയുള്ള ആ ഒരു ഏരിയയില്ല, ആ ഏരിയയിൽ നിന്ന് ഇങ്ങനെ കയറി വന്നാൽ ഇതേപോലെ ഇങ്ങനെ ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ, കുറേ പുല്ലൊക്കെ ആയിട്ടാണ്. ഇതിലേ കൂടിയാണ് നമുക്ക് നടന്നു പോകേണ്ടത്, അല്ലാണ്ട് റോഡായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡിൽ മരത്തിൻ്റെ ഇടയിൽ കൂടെ വരാൻ പറ്റുമോ എന്നറിയില്ല, ഇതിലേ കൂടെ ഇങ്ങനെ നടന്നു പോകണം. അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ നല്ല മഴയായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അത്യാവശ്യത്തിന് വീഡിയോസും പിന്നെ കുറേ സ്ഥലമൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്
വരുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആഗ്രഹിച്ച സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിലൊരു സ്ഥലം മാത്രം ഞങ്ങൾ മിസ് ചെയ്തിട്ടുള്ളൂ. അല്ല സോറി, 2 സ്ഥലം കേട്ടോ. അതിലൊന്ന് ഞങ്ങളിങ്ങനെ കണ്ണാലെ കണ്ടിട്ടുണ്ട്, പോയിട്ടില്ല എന്നുള്ളൂ. അത് ഏതോ സ്ഥലം ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അവസാനം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പം നമ്മളിങ്ങനെ ഇടവഴി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ഇതേപോലത്തെ സ്ഥലങ്ങളാണ് കാണുന്നത്. നമ്മുടെ മുന്നിൽ കണ്ടില്ല, അവർ 2 പേര് പോകുന്നില്ല. ആ ഒരു മരത്തിൻ്റെ അവിടെയാണ് നമുക്ക് 2 വഴിയുള്ളത്. ഒന്ന് താഴോട്ടേക്ക് പോകാനും ഒന്ന് മേലോട്ടേക്ക് പോകാനുള്ളൂ. മേലോട്ടേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ വാട്ടർഫോളിലേക്ക് പോകേണ്ടത്. താഴോട്ടേക്ക് പോകുന്നത് ചെറിയ വാട്ടർഫോളും പിന്നെ ആ സൈഡിലുള്ള കടലിലേക്ക്, അതായത് ബീച്ച് സൈഡിലേക്കും അവിടെയാണ് കേട്ടോ നിറയെ പാറകളൊക്കെ ഉള്ളത്. അങ്ങോട്ടേക്കാണ് ആ വഴി പോകുന്നത്. താഴോട്ടേക്കുള്ളത് നമ്മൾ ബീച്ച് സൈഡിലോട്ട്, ബീച്ച് സൈഡിൽ നിന്ന് തന്നെ പറയാം. അവിടേക്ക് മേലേക്കുള്ള റോഡിന് റോഡെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ചെറിയ ഇടവഴിയാണ്. അതിലേക്കൂടെ പോയാൽ ഒരു 5 മിനിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു വാട്ടർഫോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ 2 സൈഡ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലം മിസ് ചെയ്ത് പറഞ്ഞില്ല, അത് വാട്ടർഫോളാണ്. കാരണം നമ്മൾ ബീച്ച് സൈഡിൽ അവിടെയൊക്കെ പോയി ചെറിയ വാട്ടർഫോളൊക്കെ കണ്ടു വന്നപ്പോഴത്തേനും കാലാവസ്ഥ പറ്റ മോശമായി, മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ പിന്നെ എല്ലാ വർഷവും പോകുമ്പോഴും ഇതേപോലെ തന്നെയാണ്, മഴയൊക്കെ കൊണ്ടിട്ടാണ് വരാറുള്ളത്. അപ്പം നമ്മൾ താഴോട്ടേക്ക് പോകുമ്പോൾ ഇതേപോലത്തെ ഒരു വഴി കൂടിയാണ് പോകേണ്ടത് കേട്ടോ. നമ്മൾ ഈ കോണിയില്ലേ, ഏണിയൊക്കെ ചവിട്ടി ഇറങ്ങിയിട്ട് പോകണം. പിന്നെ പോരാത്തതിന് ഇങ്ങനത്തെ കയറ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിലേക്കൂടെ ഇറങ്ങുന്നത് കേട്ടോ. അപ്പം ഞാനൊക്കെ ഇങ്ങനെ ഗൗണൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടല്ലേന്ന് വെച്ചാൽ ഗൗണൊക്കെ ഇട്ടിട്ടാണ് പോയത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതൊക്കെ കയറ്റി കൊത്തി മടക്കി വെച്ചിട്ടാണ് നടന്നു പോയത്. കാരണം അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ള വഴിയാണ്. സാധാരണ വേനൽക്കാലത്ത് പോകുമ്പോൾ അത് പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. എത്രയോ പേര് വീണിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഒരു വിധത്തിനാണ് പോയത്. ഷൂ ഒക്കെ ഇട്ട് പോവുക, അതേപോലെ ട്രക്കിങ്ങിന് പോകാൻ ആഗ്രഹമുള്ളവർ അങ്ങനത്തെ വേഷത്തിൽ വരുവാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. ഞാനിവിടെ എത്തിയപ്പോഴേക്ക് ഈ അച്ഛന്മാർ മുണ്ട് മടക്കി കുത്തും പോലെ ഗൗണൊക്കെ കുത്തിയായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഒരു പാറയില്ലേ, അതിൻ്റെ മേൽഭാഗത്താണ് വാട്ടർഫോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ വാട്ടർഫോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചെറിയ വാട്ടർഫോൾ കാണുമ്പോഴൊക്കെ ഞാൻ പറയും, ഞാൻ ഇതല്ലല്ലോ ഫോട്ടോയിൽ കണ്ടത്, ഇതല്ലല്ലോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് അതിൻ്റെ മേലേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിനിപ്പോൾ ഇത് തന്നെയായിരിക്കും, അത് ഫോട്ടോയിൽ അത്രയും വലിയതായിട്ട് കാണിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. സത്യത്തിൽ ഈ ചെറിയ വാട്ടർഫോൾ അല്ലാതെ വലിയൊരു വാട്ടർഫോൾ വേറെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. മൊത്തം മഴയൊക്കെ ആയി. പിന്നെ ഈ വരുന്ന വെള്ളമില്ലേ, ഈ വെള്ളം വരുന്നതാണ് മെയിനായിട്ടുള്ള വാട്ടർഫോളിൻ്റെ കേട്ടോ. വലിയ വാട്ടർഫോളിൻ്റെ വെള്ളം അതാണ് വരുന്നത്. പിന്നെ ഈ കാണുന്നത് ചെറിയ വാട്ടർഫോളിൻ്റെ ആ ഒരു ഏരിയ, അവിടെയും നമുക്ക് കുളിക്കാൻ പറ്റും തോന്നുന്നു. ചെറിയൊരു കുഞ്ഞു കുളം പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്ന ഓപ്പോസിറ്റ് സൈഡിലൊരു വലിയൊരു പാറയില്ലേ, അവിടെയൊക്കെ ഞങ്ങൾ പോയ സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത തിരമാലയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ തിരിച്ച് നമ്മൾ ആ കോണി കയറുന്ന സ്ഥലമല്ലേ, അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഫുള്ള് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തം ഇങ്ങനെ കയറി അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളവിടെ കുറച്ച് നേരം കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ തിരിച്ച് വരാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ കടലിൻ്റെ കൂടെ പോയിട്ടുണ്ടാവുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ കോണി കയറുന്ന ആ ഏരിയയില്ലേ, അവിടെ നിന്ന് ഈ ഒരു പാറ കാണില്ലേ, അവിടേക്കാണ് കേട്ടോ ഫുള്ള് വാട്ടർഫോളിൻ്റെയൊക്കെ സൈഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കോണി കയറുന്ന സമയത്ത്, കോണി എന്ന് പറയുന്നതിലൊന്നും വിചാരിക്കരുത്, ഞങ്ങളുടെ നാട്ടിൽ കോണി ഏണി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് ഇപ്പം തന്നെ ഏകദേശം തിരമാലയൊക്കെ ശക്തി കൂടിയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ കയറുന്ന അവിടെ നിന്ന സമയത്ത് 2 ചേട്ടന്മാരും ഒരു മോനും ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ, ഓർമ്മയില്ല. അവരവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്തിൽ അവരെ തിരമാല അടിച്ച് അവർ വീണ്. ഭാഗ്യത്തിന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല, കൈയൊക്കെ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ പോയ സമയം ആ ഒരു ഇതായതുകൊണ്ടാണ് അത്രയ്ക്ക് ഡേഞ്ചർ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ബീച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചമ്രയിൽ 7 കളർ എർത്ത് എന്ന് പറഞ്ഞിട്ട് അതും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം ആണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയപ്പം എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ കറക്റ്റായിട്ട് ഇങ്ങനെ കളറ് കാണാത്തത്. എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വേനൽ സമയത്താണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസാണ് മൗറീഷ്യസിലുള്ളത്. അപ്പം ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും വന്ന് കാണാവുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ഇത് കാണാൻ മാത്രമായിട്ട് വരരുത്, നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റിയും കൂടെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ വരിക. അല്ലാണ്ട് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ. പിന്നെ 7 കളർ ഉണ്ട് എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി എണ്ണി നോക്കിയാൽ 7 കളർ ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം പിന്നെ അതേപോലെ ഇവിടെ ഇങ്ങനെ ഫുഡിൻ്റെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്.
പിന്നെ ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ, ഞങ്ങൾ ഫുള്ള് നനഞ്ഞ് കുളിച്ചിട്ട് ആണ് വന്നത്. ഓൾറെഡി നമ്മൾ ആ ബീച്ചിൽ വന്ന സമയത്തെ നനഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രസ്സ് മാറ്റാനുണ്ടായിരുന്നവരൊക്കെ ഡ്രസ്സ് മാറ്റി, എന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും ഫുള്ള് മഴയായി. ഞങ്ങൾ പിന്നെ മഴയത്ത് തന്നെ അങ്ങനെ ഇറങ്ങി നടന്നു. പിന്നെ വേറെ രക്ഷയില്ല, കാരണം നമുക്ക് സ്ഥലം കാണാൻ വന്ന സ്ഥിതിക്ക് നമ്മൾ കാണുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഇതാണ് നമ്മുടെ ചമ്രയിൽ എന്നാണ് കേട്ടോ അതിന് പറയുക, ചമ്രയിൽ 7 കളർ എർത്ത്. അതിൻ്റെ അവിടെ തന്നെ വാട്ടർഫോൾ ഉണ്ട്, ആക്ടിവിറ്റീസ് നിറയെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ വരുവാണെങ്കിൽ അതും കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കാണാൻ, ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. പിന്നെ വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിവിടെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് വാട്ടർഫോളിലാണ്. അപ്പോൾ വാട്ടർഫോളിൻ്റെ ഏരിയ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ തന്നെ കുറേ ഇത് കാണിക്കുന്നുണ്ട്, ആക്ടിവിറ്റീസ് അത് ഇതെന്നും പറഞ്ഞിട്ട് കുറേ കാണിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ എത്തിയതിന് ശേഷമാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ താഴെ വരെ പോകാൻ പറ്റുമായിരുന്നു കേട്ടോ. താഴെ ഇരുന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും പിന്നെ അവിടെ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, പോവേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി വേറെ വഴിക്കാണോ അത് പോവേണ്ടതെന്ന് അതും അറിയില്ല. അപ്പം ഞാനിവിടെ വന്നതിന് ശേഷം ഞാനിങ്ങനെ ചുമ്മാ ചമ്രയിൽ വാട്ടർഫോൾ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് കണ്ടത്. കറക്റ്റ് ഈ വാട്ടർഫോൾ തന്നെയാണ്. പിന്നെ നമുക്ക് അബദ്ധം പറ്റിപ്പോയത്, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ഇവിടെ ഞാൻ കൂടുതലായിട്ട് സെർച്ചും കാര്യങ്ങളും ചെയ്തിട്ടില്ല, കാരണം അവിടെ അടുത്ത് തന്നെയാണ് ഈ വാട്ടർഫോൾ അത് എന്നൊക്കെ അങ്ങനെ ഗൂഗിളിൽ കാണിച്ചുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് അത് തന്നെയായിരിക്കുന്നു. പിന്നെ പോരാത്തതിന് നല്ല മഴയായിരുന്നു, എല്ലാവരും നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീട്ടിലേക്ക് പോകാമെന്നുള്ള ആ ഒരു ഇതിലായിപ്പോയി ഉണ്ടായിരുന്നത്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വാട്ടർഫോൾ. ഫുള്ള് ഇങ്ങനെ മഞ്ഞാണോ അതോ ഇങ്ങനെ വെള്ളം അടിച്ച് വന്നിട്ട് അങ്ങനെ ആയതാണോ എന്നറിയില്ല, എന്തായാലും കാണാൻ അടിപൊളിയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസും നമുക്ക് ഈ ചാനലിൽ കാണാൻ പറ്റും. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.